കൂട്ട ഉപവാസത്തിലേക്ക് കടന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ്. രാപ്പകൽ സമരത്തിന്റെ 43-ാം ദിവസത്തിലാണ് കൂട്ട ഉപവാസം. സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കി INTUC രാഷ്ട്രീയക്കാർ സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്നും വിമർശിച്ചു. INTUC ചെയ്യുന്നത് കരിങ്കാലി പണിയാണ് എന്ന് UDF കൺവീനർ MM ഹസൻ തുറന്നടിച്ചു. നമുക്കും ജപ്തിയുടെ വക്കിലാണ്. ഭർത്താവ് സുഖമില്ല, നടു തേയ്മാനമായിട്ടാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല. ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ വിധവകളുണ്ട്, പഠിക്കണ പിള്ളേരുള്ള അമ്മമാരുണ്ട്. നിരാഹാരത്തിന്റെ 5-ാം ദിവസവും ആശമാരുടെ വാക്കുകൾക്ക് ഇടർച്ചയില്ല. രാപ്പകൽ സമരത്തിന്റെ 43-ാം ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ആശമാർ കൂട്ട ഉപവാസമിരുന്നു. അതിനിടെ സമരത്തെ പരിഹസിച്ച് INTUC സ്വന്തം മുഖമാസികയിൽ ലേഖനമെഴുതി. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്നും സമരകേന്ദ്രം സെൽഫി പോയിന്റ് മാത്രമാണെന്നും KPCC നയരൂപീകരണ യൂത്ത് കൺവീനറായ അനൂപ് മോഹൻ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം സമരത്തെ പിന്തുണയ്ക്കുമ്പോഴുള്ള INTUCയുടെ വിരുദ്ധ നിലപാടിനോട് കടുത്ത ഭാഷയിലായിരുന്നു MM ഹസൻ പ്രതികരിച്ചത്. അല്ല, തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണിയാണ്. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ INTUCക്ക് അങ്ങനെയുള്ളതൊന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയാണെങ്കിൽ KPCCയും UDFും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി എല്ലാം സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ച് തടിതപ്പി. കേന്ദ്ര പദ്ധതികളുടെ പേര് വയ്ക്കാത്തതാണ് ഫണ്ട് നൽകാത്തതിന് കാരണമെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഒരു ധിക്കാരാണ് ഇവർ കാണിക്കുന്നത്. രാഷ്ട്രീയ തമ്മാടിത്താണ് ഇവർ കാണിക്കുന്നത്. ആശാ വർക്കർമാരുടെ ഈ സമരത്തോട് ഇവർ കാണിക്കുന്ന പരിഹാസവും അവഗണനയും വളരെ ക്രൂരമാണ്. അതിന് പിണറായി വിജയനും അവരുടെ പ്രസ്ഥാനവും വലിയ വില നൽകേണ്ടി വരും. അതിനിടെ ആശമാർ ക്ഷണിച്ചിട്ടാണ് സമരപ്പന്തലിൽ എത്തിയതെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന സമരസമിതി നേതാക്കൾ തന്നെ ശരിവച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കുന്ന കൂട്ടത്തിലാണ് സുരേഷ് ഗോപിയെയും ക്ഷണിച്ചതെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം.